ഹലോ. അപ്പോൾ കഴിഞ്ഞ മന്ത് ഞാൻ എൻ്റെ മുടിക്ക് ബ്ലോ ഡ്രൈ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി കുറച്ച് ഫ്രിസി ആയിരുന്നു, ഒട്ടും തിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് മോഡേൺ ആയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ബ്ലോ ഡ്രൈ എടുത്തത് കേട്ടോ. അപ്പോൾ സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ കെയറൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിനായിട്ട് മെട്രിക്സ് ഒപ്റ്റി കെയറിൻ്റെ സ്മൂത്ത് സ്ട്രൈറ്റ് എന്നുള്ള ഷാമ്പു ആണ് ഉപയോഗിച്ചിരുന്നത്. ഷീ ബട്ടറിൻ്റെയാണ്. ഇത് 200 ml ആണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കൊരു 72 യൂസാണ് അവർ പറയുന്നത്. ഇതിന് ഏകദേശം 415 ആണ് റേറ്റ് വരുന്നത്. ഞാൻ പക്ഷേ ഇത് കോംബോ ഓഫറിലാണ് വാങ്ങിയത് കേട്ടോ. 415 ആണ് ഇതുമത്തെ റേറ്റ് വരുന്നത്. ഇത് ആഴ്ചയിൽ 2 വട്ടമെങ്കിലും മിനിമം നമ്മൾ ഉപയോഗിച്ചിരിക്കണം. കാരണം നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ മാറിയിട്ട് അതിലെ ബോണ്ടുകളൊക്കെ പൊട്ടിച്ച് നമ്മൾ നിവർത്തി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം കെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മളിത് മിനിമം 2 ദിവസമെങ്കിലും ആഴ്ചയിൽ ഉപയോഗിക്കണം. ആഴ്ചയിൽ 4 ദിവസം ഉപയോഗിക്കാൻ പറ്റുക അത്രയും നല്ലതാണ്. പിന്നെ അതിന് തന്നെ കണ്ടീഷണറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. സ്മൂത്ത് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഷാമ്പു നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തലയിൽ ചെറിയൊരു ഈർപ്പത്തിൽ നമ്മൾ ഈ കണ്ടീഷണർ വെച്ച് മസാജ് ചെയ്യണം. കണ്ടീഷണർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യില്ല നമുക്കറിയാലോ. നമ്മൾ ഹെയറിൽ നല്ലപോലെ 2 സൈഡിലിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നല്ലപോലെ ഹെയറിൻ്റെ ലെയറിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ തന്നെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മളെ മുടി അത്രയും സ്മൂത്ത് പോലെ. നമുക്കത് വാഷ് ചെയ്ത് പോകുമ്പോൾ അത്രയും സ്മൂത്തായിട്ട് തോന്നും കേട്ടോ. ഈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ ഇതിന് വരുന്നത് 335 ആണ് ഏകദേശം റേറ്റ് വരുന്നത്. പക്ഷെ ഞാൻ ഷാമ്പുവും കണ്ടീഷണറും പ്ലസ് ഒരു സിറവും കൂടിയിട്ട് എനിക്ക് ഒരു ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. 3 കൂടിയിട്ട് 500 സംതിങ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെട്രിക്സിൻ്റെ എല്ലാം എനിക്ക് സിറം കിട്ടിയത്. സിറം അവരൊരു ബുട്ടിക്കിൻ്റെ ഒരു സാമ്പിൾ പോലത്തെ ചെറിയൊരു പാക്കറ്റാണ് കിട്ടിയത് കേട്ടോ. അതെ, ഇതാണ് കിട്ടിയത്. ബയോളജിൻ്റെ സ്മൂത്ത് പ്രൂഫ് എന്ന് പറയുന്നത് അവക്കാഡോ ഫ്ലേവറുള്ളത് ഡീപ്പ് മോയ്സ്ചറൈസിങ് ആണ് സിറം എന്ന് അവർ എഴുതിയിട്ടുണ്ട്. സംഭവം ഞാൻ കളയണ്ടേന്ന് വിചാരിച്ചിട്ട് അത് യൂസ് ചെയ്താണ് കേട്ടോ. പക്ഷേ ഇതിൽ എഫക്റ്റുകളൊന്നും കാണാനില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മുടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ 1 മാസമായി അങ്ങനെ കൊഴിച്ചിലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 മന്തായി. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ പാക്കാണ്, അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഇല്ല അതുമേ. അപ്പോൾ നിങ്ങൾക്ക് മെട്രിക്സിൻ്റെ ഒപ്റ്റി കെയറിൻ്റെ തന്നെ സിറം അവൈലബിൾ ആണ് ഓൺലൈനിൽ, അല്ലെങ്കിലും ഷോപ്പിൽ അവൈലബിൾ ആണ്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇതിപ്പോൾ കഴിഞ്ഞിട്ട് പുതിയ ബോട്ടിലെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 3 ഐറ്റംസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് സ്ട്രക്സിൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഹെയർ സ്പ്രേ ആണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടി ഓൾറെഡി നല്ല ഫ്രിസിയാണ്. അപ്പോൾ പിന്നെ ഭയങ്കര തിൻ ലെയറാണ്. അപ്പോൾ ഇപ്പോഴും പാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ നിൽക്കുമ്പോഴേ ഫ്രണ്ടിലത്തെ മുടി ഇങ്ങനെ പാറിയിട്ട് നിൽക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നമുക്ക് ഒതുക്കി കിട്ടാൻ വേണ്ടി നല്ല പെർഫ്യൂം സ്മെല്ലാണ് കേട്ടോ. നല്ല മണമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് എടുത്തിട്ട് എവിടെയെങ്കിലും പോകുന്ന നേരത്ത്, അല്ലാതെ 2-3 വട്ടമൊന്നും ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെവിടെയും പോകുമ്പോൾ 2 ഡ്രോപ്പ് എടുത്തിട്ട് നമുക്കത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. അതാണ് ഇതിൻ്റെ ഉപയോഗം. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് സ്പാ മസ്റ്റാണ്. ആദ്യത്തെ 12 ദിവസത്തിൽ ഒരു സ്പാ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് 12, അത് കഴിഞ്ഞാൽ മന്ത്ലി ഒരു സ്പാ ചെയ്യണം. സ്പാ ചെയ്യുന്നത് എപ്പോഴും മുടിക്ക് പ്രോട്ടീൻ കിട്ടാൻ നല്ലതാണ് കേട്ടോ. അതിപ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും സ്പാ എന്ന് പറയുന്നത് മുടിക്ക് പ്രോട്ടീൻ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ന്യൂട്രിഗ്ലോയുടെ സ്പായാണ് യൂസ് ചെയ്തത്. ഞാൻ 12 ദിവസത്തിൽ പാർലറിൽ പോയിട്ട് ചെയ്തു. അത് നമ്മൾ ലോറിയലിൻ്റെ സ്പായാണ് എടുത്തത്. പിന്നെ എന്നും നമുക്ക് പാർലറിൽ പോയിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. അപ്പോൾ ന്യൂട്രിഗ്ലോയുടെ എന്താ പറയുക, ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല പ്രൊഡക്റ്റാണ്. എനിക്ക് സജസ്റ്റ് ചെയ്തത് സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ പറഞ്ഞതാണ് ന്യൂട്രിഗ്ലോയുടെ. അതായത് ഹോമിലും നമുക്ക് വീട്ടിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പായാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ലെയറായിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ലെയർ ചെയ്തിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ടവൽ ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അത് ഹീറ്റ് കൊടുക്കാം.
അപ്പോൾ ഒരു സ്പാ ചെയ്ത വീട്ടിലല്ല പാർലർസിൽ സ്പാ ചെയ്ത ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 1 മന്തായി ചെയ്തിട്ട് എനിക്ക് മുടി കൊഴിച്ചിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്താലും അതുപോലെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മൾ ഫർദറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫർദറായിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെച്ചെങ്കിൽ ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സ് അതുപോലെ കൊഴിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.